അവൾക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി ഉദിച്ചല്ലോ. ആ, ഓരോന്നിനും ഓരോ കാലമുണ്ട് രേവു. അവള് സമ്മതിച്ച സ്ഥിതിക്ക് ഇനി വൈകിപ്പിക്കണ്ട. നമ്മൾ തീരുമാനിക്കുന്ന ആരായാലും അവൾക്ക് കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞത്. അതൊരു സമാധാനം തന്നെയാ. സത്യം പറയാലോ, ഇത്രയും നാളും അവളിങ്ങനെ ഒഴുപ്പിക്കളിച്ചപ്പോ ഞാൻ കരുതിയത് അവൾക്ക് ആരുമായിട്ടും അടുപ്പമുണ്ടെന്നാ. ഇപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. താൻ വെറുതെ ഓരോന്ന് ഊഹിച്ചു കൂട്ടുന്നതിന്റെ കുഴപ്പമാ. വിശ്വട്ടാ, നമുക്ക് രാവിലെ തന്നെ പോയാലോ? എങ്ങോട്ട്? ആ ഹരിസാറിന്റെ വീട്ടിലോട്ട്. മുമ്പ് നമ്മൾ ആലോചിച്ചിട്ട് പാതി വഴി നിർത്തിയതല്ലേ. താൻ എന്ത് വിട്ടുത്തരവായി പറയുന്നത്? നേരെ ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് കല്യാണം ആലോചിക്കാൻ പറ്റുമോ? ഹരിക്ക് കല്യാണത്തിന് താല്പര്യമുണ്ടോന്ന് അറിയണ്ടേ? അപ്പൊ പിന്നെ എന്ത് ചെയ്യാനാ വിശ്വട്ടന്റെ പരിപാടി? മോളുടെ കൂട്ടുകാരി ആ സുനന്ദ ടീച്ചറില്ലേ, അവരെ കൊണ്ട് ഹരിയോട് ചോദിപ്പിക്കാം. ഹരിക്ക് എതിർപ്പില്ലെങ്കിൽ മാത്രം നമ്മൾ വീട്ടിലേക്ക് പോയാൽ മതിയല്ലോ. എന്തായാലും കൊള്ളാം. പെട്ടെന്ന് അവളുടെ കല്യാണം നടത്തണം. എപ്പോഴാ അവളുടെ മനസ്സ് മാറുന്നറിയില്ല. അതിനു മുമ്പ് നടത്തണം. ഓരോന്നിനും ഓരോ കാലമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ നടക്കും. അയ്യോ ടീച്ചർ, അവിടെ കുഴി, മതില് തിരിച്ചു പോവാ. ടീച്ചറായിരുന്നോ? എന്താ ചിന്ന, നീയും പഠനം നിർത്തിയോ? നിർത്തിയല്ലേ ടീച്ചറെ, പണിത്തിരക്കും ഉണ്ടാ. പാടത്തുനിന്ന് പണി കഴിഞ്ഞ് കയറുമ്പോ താമസിക്കും, അതുകൊണ്ടാ. അല്ലാതെ നിന്റെ മുതലാളിയെ പോലെ വേറെ ട്യൂഷൻ ക്ലാസ്സിൽ ചേർന്നതൊന്നും അല്ലല്ലോ അല്ലേ? ഇല്ല. സാർ വായിരിക്കും. എന്താ സാർ പ്രശ്നം വല്ലതും? വെങ്കിട്ടരാമ സാറ് മെയിൽ ചെക്ക് ചെയ്തില്ല അല്ലേ? ഇല്ല, ഇപ്പൊ നോക്കിയില്ല. രാവിലെ വന്നപ്പോ നോക്കി, പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. ഇപ്പോഴാ ഇൻഡാസ് വന്നത്. കോപ്പി സാറിനും ഉണ്ട്. എന്താ വിഷയം? വിഷയം വിശ്വനാഥ് സാറിന്റെ കേസ് തന്നെ. ഇപ്പോ പുതുതായി അതിലെന്താ? ലീഗൽ അഡ്വൈസറുടെ അഭിപ്രായം അറിയിച്ചിരിക്കുക. വിശ്വനാഥ് സാറിനെ പ്രതിയാക്കി ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യണം. എങ്കിൽ മാത്രമേ ബാങ്കിന് നഷ്ടപ്പെട്ട പണം കോടതി വഴി ക്ലെയിം ചെയ്യാൻ പറ്റൂ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയ്യോ, അതൊരു വലിയ ചതിയാവുമല്ലോ. കേസ് കൊടുത്താ അറസ്റ്റൊക്കെ ഉണ്ടാവില്ലേ? ഇത്രയും വലിയ തുകയുടെ തിരിമറിയല്ലേ? അതാ ഞാനും ആലോചിക്കുന്നത്. എന്താണൊരു പോംവഴി? ഹെഡ് ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായ സ്ഥിതിക്ക് നമുക്ക് അനുസരിക്കാതിരിക്കാനാവില്ല. കേസ് കൊടുത്തു കഴിഞ്ഞാൽ വിശ്വനാഥൻ സാറിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കും, റിമാൻഡ് ചെയ്യുകയും ചെയ്യും. അയ്യോ, അതൊക്കെ ആ പാവത്തിന് താങ്ങാനാവോ? മനസ്സറിയാത്ത കുറ്റത്തിന് ജയിലിൽ പോകേണ്ടി വരിക പറഞ്ഞാ ആര് സഹിക്കും? സാറ് തന്നെ ഒരു മാർഗം കണ്ടുപിടിക്കും. ഇക്കാര്യം അങ്ങേരോട് പറയാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ വേറൊരു മാർഗം ആലോചിക്കുന്നേ. എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു പിശുക്ക്? ഒന്നുമില്ലേലും ഒരു സ്കൂളിലെ അധ്യാപകനല്ലേ, പിള്ളേരെ പഠിപ്പിക്കുന്ന ആളല്ലേ. ഇയാളെ പോലുള്ളവരെ കണ്ടല്ലേ പിള്ളേര് പഠിക്കുന്നേ. ടീച്ചർ വേറെ ഒന്നും വിചാരിക്കരുത്. അയാളുടെ സ്വഭാവം അതായതുകൊണ്ട് പറഞ്ഞതാ. കൈമൾ മാഷ് എന്താ ചെയ്തത്? യാത്ര ചെയ്തിട്ട് പണം തരാതിരുന്നോ? അയാളുടെ വിക്രികളൊന്നും പറയാതിരിക്കുന്ന ഭേദം. ചില നേരത്ത് ഓടി വന്ന് ഓട്ടോയിൽ കയറും. എത്തേണ്ട അടുത്ത് എത്തിയാ ഇറങ്ങി ഒരൊറ്റ പോക്ക. പൈസ കിട്ടണമെങ്കിൽ പിന്നെ നമ്മൾ പുറകെ ഓടണം. 30 രൂപയുടെ ഓട്ടോ ഓടിയിട്ട് ചോദിക്കുമ്പോൾ 20 രൂപ തരും. അത് പോരാന്ന് പറഞ്ഞാൽ ഒരൊറ്റ രൂപ തൊട്ടുകൂടി തന്നിട്ട് അത് മതിയെന്ന് പറഞ്ഞ ഒരൊറ്റ നടത്താം. ഇത് പലതവണയായി. അതുകൊണ്ട് ആ കവലയിലെ ഓട്ടോക്കാരെല്ലാം കൂടി തീരുമാനിച്ചിരിക്കുക കൈമൾ മാഷിന് ഓട്ടോയിൽ കയറ്റില്ലാന്ന്. അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? ഗോപി ചേട്ടൻ തന്നെ പറ. അതാ ഈയിടെ മാഷ് നടപ്പ് തന്നെ. ഞാനും കരുതി കാര്യം എന്താണെന്ന്. ഇത് ഞങ്ങൾ ഓട്ടോക്കാരുടെ കാര്യം. ആ സുലൈമാന്റെ ചായക്കടയിലേ ഇതിനേക്കാൾ വലിയ കഷ്ടമാണ്. ചായ കുടിച്ചിട്ട് പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോവും.
പിന്നെ ചോദിച്ചാ ഞാൻ ചായ കുടിച്ചിട്ടേ ഇല്ല എന്ന് പറയും. ആ കൈമൾ മാഷിന്റെ തരികിടകൾ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക നാട്ടുകാര്. അയ്യോ, ഇയാൾ എന്തൊക്കെയാ കാണിക്കുന്നേ? എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നേ? എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? മുന്നിൽ വരെ വണ്ടി വരുന്ന കാണാൻ പാടില്ലേ? അതിനിപ്പോ എന്ത് പറ്റി? ഇപ്പൊ മുട്ടിയാനെ. ചേട്ടൻ ഇങ്ങനെ ചൂടാകുന്ന എന്തിനാ? മുട്ടിയില്ലല്ലോ. മുട്ടാഞ്ഞാണോ കുറ്റം? മുട്ടാത്തതിനാണോ ഇയാൾ ഇങ്ങനെ ചൂടാകുന്നേ? ഇക്കണക്കിന് മുട്ടിയിരുന്നെങ്കിലോ? കൂടുതൽ ന്യായമൊന്നും പറയണ്ട. വണ്ടി മാറ്റ്. എങ്ങോട്ട് മാറ്റാൻ? ഇവിടെ സൈഡൊന്നുമില്ല. സൈഡില്ലെങ്കിൽ പുറകോട്ട് മാറ്റ്. അതെന്താ? നിങ്ങക്ക് പുറകോട്ട് പോകാൻ പാടില്ലേ? തനിക്കെന്താടാ പുറകോട്ട് എനിക്ക് പോയാലേ? പോകാൻ സൗകര്യമില്ല. ഒന്ന് പോയടോ. താൻ പോടോ. ഞാനെന്താ ഉടക്കാൻ നിൽക്കണം? ആ ഉടക്കാണെങ്കിൽ ഉടക്ക്. ആ സമയം കളയാതെ വണ്ടി എടുത്ത് മാറ്റ്. വണ്ടിയിൽ പാസഞ്ചർ ഉള്ളതാ, അവർക്ക് പോണം. പോകണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ സ്ഥലം ഉണ്ടാക്കി പോയിക്കോന്നേ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇനി എന്റെ പീരീഡ് ആയിരുന്നു. അശ്വതി ടീച്ചറിനെ കുറച്ച് പോർഷൻ തീരാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഈ പീരീഡ് അശ്വതി ടീച്ചറിന് തന്നെ കൊടുത്തു. ഞാനിപ്പോ റിവിഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഓ, എനിക്കിങ്ങനെ ആരെങ്കിലും 3-4 പീരീഡ് തന്നിരുന്നെങ്കിൽ കുറെ പോർഷൻസ് തീർത്ത് വിടായിരുന്നു. അതെങ്ങനെയാ? ആ ഹരിസാറിന്റെ പീരീഡ് ഒന്നും എനിക്ക് കിട്ടില്ലല്ലോ. അവനവന്റെ പാഠം തീരാത്തതിന് ആ ഹരിസാറിനെ വെറുതെ കുറ്റപ്പെടുത്തുന്ന എന്തിനാ? ഹരിസാറ് പോർഷൻ തീർത്തിരുന്നെങ്കിൽ ആ പീരീഡ് ഒക്കെ എനിക്ക് എടുക്കായിരുന്നില്ലേ? അതേക്കുറിച്ചാ പറഞ്ഞത്. ശ്രീകല ടീച്ചർ പ്രസവാവധിയും കഴിഞ്ഞു വരുമ്പോ ഒഴിഞ്ഞു കൊടുക്കണമെന്നും പറഞ്ഞ് ഹരിസാറ് നേരത്തെ പോർഷൻ തീർക്കണമായിരുന്നു എന്നാണ് പറയുന്നത്. നല്ല ന്യായം തന്നെ. എന്റെ പൊന്ന് സരള ടീച്ചറെ, ഞാനൊന്നും പറഞ്ഞില്ല. എന്നെ അങ്ങ് വിട്ടേക്ക്. ആ മാഷെ, ഇതെന്താ മാഷെ കയ്യില്? അതെ, ആ ഗോപി വരുന്നവരെ മണിയടിക്കണ്ടേ? മറന്നു പോകാതിരിക്കാനാ ഇതും കൊണ്ട് നടക്കണത്. പറ്റിയ ആളെ തന്നെയാ ഗോപി ഏൽപ്പിച്ചിട്ട് പോയത്. സുനന്ദ ടീച്ചർ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? അല്ല, ഗോപി എത്ര നേരമായിട്ട് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ. ഇരിക്കെ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ട് ഇരുന്നോ. ഒരു വർഷം തീരാറായി, എന്നിട്ടും ആർക്കെങ്കിലും ഒരു ചൂടുണ്ടോന്ന് നോക്കിയേ. മിക്ക ക്ലാസ്സിലും ഇതുവരെ പാഠങ്ങൾ എടുത്ത് തീർന്നിട്ടില്ല. ഞാൻ ലീവായിരുന്നോണ്ടല്ലേ മാഷെ എന്റെ പോർഷൻസ് തീരാതെ വന്നത്. നിങ്ങൾ പ്രസവിക്കാൻ പോയതിന് ഇവിടത്തെ കുട്ടികളാണോ അനുഭവിക്കേണ്ടത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടാണെങ്കിലും അടുത്ത ആഴ്ച കൊണ്ട് സകലരും പോഷൻ തീർത്തേക്കണം. ആഹാ, കൈമൾ മാഷ് ഇവിടെ നിൽക്കായിരുന്നോ? ഞങ്ങൾ ഓഫീസിലൊക്കെ നോക്കി. നിങ്ങളെയും കാത്ത് നിൽക്കായിരുന്നു. ഇത് കിട്ടിയിട്ട് വേണ്ടേ വീതം വെക്കാനായിട്ട്. ടീച്ചറെ, ആ പൈസ ഇങ്ങോട്ട് എടുത്തു. എന്നാ പിടി തന്റെ ആയോ. എന്താ ടീച്ചറെ? പണം താ. എന്തു പറ്റി ടീച്ചറെ? എന്തു പറ്റിയടി? പണം കാണുന്നില്ല. കാണുന്നില്ലെന്നോ? നീ എന്തായി പറയണേ? ബാഗിൽ നോക്കി ടീച്ചറെ, ശരിക്കും നോക്ക്. ഇല്ല, പണം കാണുന്നില്ല. നീ ഒന്ന് സമാധാനമായിട്ട് നോക്ക്. ഇതിനകത്ത് കാണുന്നില്ല. നീ ബാഗിനകത്ത് തന്നെയല്ലേ വെച്ചത്? അതേനെ, ഇപ്പൊ ഇതിനകത്തില്ല. ടീച്ചർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒന്ന് ശരിക്കും നോക്ക് ടീച്ചറെ. നീ ഇനി മാറിക്ക്, ഞാൻ നോക്കാം. രൂപയോ? അയാൾ തരാമെന്നോ? ആരായാലും